അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു പച്ച വീട്ടിലെ വിശേഷങ്ങൾ. ഇത് ഞങ്ങളുടെ മലേഷ്യൻ ട്രിപ്പിൻ്റെ 3rd എപ്പിസോഡാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ തീർച്ചയായും ആ ഫസ്റ്റ് 2 എപ്പിസോഡ് കാണണം, എന്നാലാണ് ഇതായിട്ട് കണക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ സെക്കൻഡ് ഡേ പോയ ബട്ടു കേവ്സ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ജെൻറ്റിങ് ഹൈലാൻഡാണ്. അത് കോലാലംപൂർ സിറ്റിയിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു 1.5 hour ഡ്രൈവ് ഉണ്ട്. ഇത് ആക്ച്വലി ഒരു മൗണ്ട് ഉലു കലി എന്ന് പറയുന്ന ഒരു മൗണ്ടിലെ ഹിൽ സ്റ്റേഷനാണ്. അത് മാൻമെയ്ഡ് ഹിൽ സ്റ്റേഷനാണ്. ഓൾമോസ്റ്റ് ഒരു 1800 മീറ്റർ എലിവേഷൻ ഉണ്ട്. ഇത് 1965 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ബൈ എ മലേഷ്യൻ ബിസിനസ് മാൻ. ആളുടെ പേരാണ് ലിം ഗോങ് തോങ്. ഈ ജെൻറ്റിങ് ഹൈലാൻഡിലേക്ക് നമ്മൾ പോകുന്നത് കേബിൾ കാർ സിസ്റ്റം വഴിയാണ്. 2 ടൈപ്പ് കേബിൾ കാർസാണുള്ളത്, സ്റ്റാൻഡേർഡ് ഗൊണ്ടോള അല്ലെങ്കിൽ ഗ്ലാസ് ഫോർ ഗൊണ്ടോള. അപ്പോൾ നമുക്കിതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ കേബിൾ കാറിന് 3 സ്റ്റേഷൻസാണ് ഉള്ളത്. ഓൾമോസ്റ്റ് 3.38 കിലോമീറ്ററാണ് നമ്മൾ കേബിൾ കാറിൽ സഞ്ചരിക്കേണ്ടത്. അതിൽ 3 സ്റ്റേഷൻസാണ് ഉള്ളത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവാന സ്റ്റേഷനിൽ നിന്നാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ചിൻസ്വി സ്റ്റേഷൻ. അവിടെ ഒരു ചിൻസ്വി കേവ് ടെമ്പിൾ ഉണ്ട്. അതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. ആ ടെമ്പിള് ഓൾമോസ്റ്റ് 28 ഏക്കർ പ്ലോട്ടിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ അവിടെ ഇറങ്ങില്ല, വേണമെന്നുള്ളവർക്ക് അവിടെ ഇറങ്ങാം. നമ്മൾ പിന്നെ നെക്സ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് സ്കൈ അവന്യൂ സ്റ്റേഷൻ. അവിടെയാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. ജെൻറ്റിങ് ഹൈലാൻഡിൽ ഒരു പ്രത്യേകത ഉള്ളത്, അവിടെ കാസിനോസും തീം പാർക്സും എല്ലാതും ഉണ്ട്. അവിടെ മാത്രമാണ് ഗാംബ്ലിംഗ് ലീഗലി പെർമിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മൾ ശരിക്കും ഗാംബ്ലിങ്ങിനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഡ്രസ് കോഡ് ഉണ്ട്. ആ ഡ്രസ് കോഡ് പ്രകാരമുള്ളവരെ മാത്രമാണ് അവർ അലൗ ചെയ്യുള്ളൂ. ഇതിനകത്ത് 5 ഷോപ്പിംഗ് മാളുണ്ട്, സിനിപ്ലെക്സ് ഉണ്ട്, പെർഫോമൻസ് വെന്യൂ ഉണ്ട്, പിന്നെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ തീം പാർക്ക് ഉണ്ട്. ഇൻഡോർ തീം പാർക്ക് 1992 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഔട്ട്ഡോർ തീം പാർക്ക് 1994. ഇതിനകത്ത് ഇൻഡോർ തീം പാർക്ക് മാത്രമാണ് നമ്മുടെ പാക്കേജിൽ അലൗഡ് ആയിരുന്നത്. ഔട്ട്ഡോർ തീം പാർക്കും കൂടി യൂസ് ചെയ്യണമെങ്കിൽ ശരിക്കും നമ്മളവിടെ 2 ദിവസം ആ ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. കാരണം ഇത്രയും ഡ്രൈവ് ഉണ്ടല്ലോ. അപ്പോൾ ഇൻഡോർ തീം പാർക്ക് കാണാൻ തന്നെ നമുക്കൊരു 1 day വേണം. അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് നമുക്കിപ്പോൾ ഔട്ട്ഡോർ തീം പാർക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ജെൻറ്റിങ് ഹൈലാൻഡിൽ ടോട്ടൽ 7 ഹോട്ടൽസാണുള്ളത്. അതിൽ ഈ വീഡിയോയിൽ കാണുന്ന ഹോട്ടലിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ഹോട്ടലിന് ഒരു ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. കാരണം ആ ഹോട്ടലിനകത്ത് 7351 റൂമുകളാണുള്ളത്. പെർഫോമൻസ് വെന്യൂവിൽ ഒരു ഡാൻസ് പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളത് കുറച്ച് നേരം വാച്ച് ചെയ്തു. അവരുടെ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം അവിടെ നിൽക്കുന്ന എല്ലാ കുട്ടികളെയും, അപ്പോൾ നമ്മുടെ മക്കളെല്ലാവരും വിളിച്ച് കുറച്ച് സ്റ്റെപ്സ് പഠിപ്പിച്ചതിന് ശേഷം അവരുടെ ആ പാട്ട് വെച്ചിട്ട് ഇവരെ ഡാൻസ് ചെയ്യിപ്പിച്ചു. അത് കുട്ടികൾക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.
അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ നോക്കുമ്പോൾ അവിടെ സ്റ്റാൻഡേർഡ് റെസ്റ്റോറൻറ്റ്സ് അവരുടെ ഫുഡാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനോട് യൂസ്ഡ് അല്ലാത്തത് കൊണ്ട് നമ്മൾ KFC ആണ് അന്ന് കഴിച്ചത്. കാരണം പിന്നെ വേറെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് KFC നമ്മൾ കഴിച്ചു. അങ്ങനെ തിരിച്ച് നമ്മളൊരു 5 മണി ആയപ്പോൾ തിരിച്ചു പോന്നു. അവിടെ നിന്ന് നമ്മളൊരു 5 മണിക്ക് തിരിച്ചു പോന്നു. വരുന്ന വഴി നമ്മൾ ഇറങ്ങിയൊരു സ്ഥലമാണ് സലോമ ബ്രിഡ്ജ് അല്ലെങ്കിൽ സലോമ ലിങ്ക്. ഇത് 69 മീറ്റർ നീളമുള്ള ബ്രിഡ്ജാണ്. ഇറ്റ് ഈസ് എ കമ്പൈൻഡ് പെഡസ്ട്രിയൻ ആൻഡ് ബൈസൈക്ലിസ്റ്റ് ബ്രിഡ്ജ്. ഇത് ക്ലാങ് റിവറിന് മുകളിലാണ് ഈ ബ്രിഡ്ജ് പണിതിട്ടുള്ളത്. ഈ സലോമ എന്നുള്ള പേര് വന്നത് ഒരു മലേഷ്യൻ സിംഗപ്പൂർ സിംഗറുടെ ഓർമ്മയ്ക്കായിട്ടാണ്. അതിനടുത്തുള്ള ജലങ് അംതങ് മുസ്ലിം സെമിത്തേരിയിലാണ് ആളെ അടക്കം ചെയ്തിട്ടുള്ളത്. ഇത് പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തത് 5 ഫെബ്രുവരി 2020 ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഫേമസ് പെട്രോണാസ് ട്വിൻ ടവർ. വീഡിയോയിൽ കാണുന്നത് പോലെ ഈ സലോമ ബ്രിഡ്ജിൽ 3 കളേഴ്സ് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. റെഡ്, യെല്ലോ ആൻഡ് ബ്ലൂ. അത് അവിടുത്തെ മലേഷ്യയുടെ നാഷണൽ കളേഴ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അവിടെ നമുക്കൊരു ഫോട്ടോ സ്റ്റോപ്പ് ഉണ്ട്. അടിപൊളി ഫോട്ടോസാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ഫോട്ടോസ് അവിടെ എടുത്തു തരാനായിട്ടും ആൾക്കാരുണ്ട്. അവരൊരുപാട് ലൈറ്റൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫോട്ടോസ് എടുത്ത് തരും. 5 റിങ്കിറ്റാണ് അവരൊരു ഫോട്ടോന് വേണ്ടി വാങ്ങുന്നത്. പിന്നീട് എല്ലാവരും ഹോട്ടലിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഞങ്ങൾ കുറച്ച് പേര് മാത്രം വഴിയിൽ ഇറങ്ങി. ആ സ്ഥലത്തിൻ്റെ പേരാണ് ബുക്കിത് ബിൻതാങ്. അതായത് സ്ട്രീറ്റ് വാക്കിങ്ങിന് പറ്റിയ അടിപൊളി സ്ഥലമാണ്. അവിടുത്തെ ഒരു മെയിൻ പ്ലേസാണ് ജലൻ ലോർ. അത് ഇറ്റ് ഈസ് ഫേമസ് ഫോർ ഫുഡ് ആൻഡ് ഷോപ്പിംഗ്. അവിടെ സ്ട്രീറ്റ് ഫുഡ്സ് ആണ് ഒരുപാടുള്ളത്. മാത്രമല്ല സ്ട്രീറ്റ് സിംഗേഴ്സ്. ശരിക്കും ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് വേൾഡാണത്. നമുക്ക് ഇൻ്റർനാഷണൽ ക്യുസൈൻസ് മുതൽ ലോക്കൽ ഫുഡ്സ് വരെ അവിടെ അവൈലബിൾ ആണ്. തായ് ഫുഡ്സ് എല്ലാം ഒരുപാട് സ്റ്റോൾസും എല്ലാവരും സ്ട്രീറ്റിൽ അതിന് വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പലതരം ഫുഡ് ട്രൈ ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ മെയിനായിട്ട് ട്രൈ ചെയ്തത് മാംഗോ സ്റ്റിക്കി റൈസാണ്. അതിനും ഒരു നല്ല ടേസ്റ്റായിരുന്നു. പക്ഷെ നമ്മുടെ കൂടെയുള്ളവർ പറഞ്ഞത് കുറച്ചും കൂടെ തായ്ലൻഡിൽ ചെല്ലുമ്പോഴാണ് മാംഗോ സ്റ്റിക്കി റൈസ് കുറച്ചും കൂടെ നന്നായിട്ട് ഫീൽ ചെയ്തതെന്ന്. പിന്നെ വീഡിയോയിൽ കാണുന്നത് പോലെ പല ടൈപ്പ് ഫുഡുകളുണ്ട്. മെയിനായിട്ട് നമ്മൾ കണ്ടത് ഡുറിയൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസും ഷേക്സ് ഉണ്ട്, ഐസ്ക്രീംസ്. പക്ഷെ ഡുറിയൻ്റെ സ്മെല്ല് പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് എന്തോ പോലെ തോന്നി. പക്ഷെ ബാക്കി അവിടെ ഉള്ളവരൊക്കെ അത് ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടു. അപ്പോൾ നൈറ്റ് വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇവിടെ പോയിരിക്കണം. പിന്നെ നമ്മൾ വരുമ്പോൾ ഒരു ചെറിയ പെർഫോമൻസ് ഉണ്ടായിരുന്നു, അത് കണ്ട് ആസ്വദിച്ചു. എന്തായാലും ആ ഒരു ഫുൾ ഡേ ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. ഇതിന് ശേഷം ഞങ്ങൾ പതുക്കെ നടന്ന് ഹോട്ടലിലേക്ക് പോവുകയാണ് ചെയ്തത്. പോകുന്ന വഴി ഞങ്ങൾ മെട്രോ അങ്ങനെ കുറേ എക്സ്പ്ലോർ ചെയ്തു. പിന്നീട് രാവിലെ തൊട്ട് നടത്തവും സ്റ്റെപ്പും അങ്ങനെയായിട്ട് മക്കളൊക്കെ ടയേർഡ് ആയതുകൊണ്ട് കുറച്ച് എത്തിയപ്പോൾ ഞങ്ങളെ വഴിയൊന്ന് ചെറുതായി തെറ്റിയോ എന്നൊരു ഡൗട്ട് തോന്നി. അപ്പോൾ പിന്നെ നമ്മൾ ക്യാബ് വിളിച്ച് ഹോട്ടലിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തീർച്ചയായും കമൻസ് ഇടണം. താങ്ക് യു.